ഹലോ ഗായ്സ്, നമ്മൾ ബീഫ് 1 കിലോ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉലത്തിയെടുക്കാം. നല്ല മുളകും സവാള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ കൂടി മുളകും കൂട്ടി നുറുക്കിയെടുക്കണം. ഇറച്ചിയിൽ മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഇഞ്ചിയും ഇട്ട് ഒന്ന് വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഇനി അത് നമുക്ക് ഈ സവാളയൊക്കെ നുറുക്കി മുളകും കൂട്ടി മിക്സിയിലൊന്ന് കറക്കി നുറുക്കിയെടുക്കണം. സവാളയും ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും മുളകും വേപ്പിലയും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുക്കുക. 12 മുളകാണ് എടുത്തേക്കുന്നത്. ഇറച്ചി നമുക്ക് ഉള്ളി മുളകിട്ട് ഉലത്തിയെടുക്കണതാണ്. നുറുക്കിയെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട് സവാളയും മുളകും ഒക്കെ. നമുക്ക് ചട്ടി വെച്ചിട്ട് ഇത് വഴറ്റിയെടുക്കാം. ഒരു ചട്ടി വെച്ചിട്ട് തീ കത്തിച്ചു. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മളിനി സവാളയും മുളക് കൂടി നുറുക്കി വെച്ചത് അതിലേക്കിടാം. ഒരുവിധം നന്നായിട്ട് മൊരിയുന്നത് വരെ നന്നായിട്ടൊന്ന് മുറുകണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. വേറെ ഒന്നും ചേർക്കണില്ല. ഇനി നമുക്ക് ഇറച്ചി ഇതിലേക്ക് ചേർത്ത് ഇളക്കാം. ഇറച്ചി വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇറച്ചി നല്ലൊരു ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ചൂടും നല്ലൊരു ഫ്രൈ. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ പാകത്തിന് നോക്കണം. ആർക്കെങ്കിലും കൊടുക്കണേക്ക് മുമ്പ് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം. അപ്പോൾ ഓക്കെ. ബീഫ് റോസ്റ്റ് ശരിയായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കതൊന്ന് കഴിച്ച് നോക്കണ്ടേ, ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കണ്ടേ, ടേസ്റ്റ് ഉണ്ടോ. നല്ല ചൂടുണ്ട്. സൂപ്പർ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഇത് ഷെയർ ചെയ്യണം, ഉണ്ടാക്കി നോക്കണം, ലൈക്ക് ചെയ്യണം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.